ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനം. ആവർത്തന പുസ്തകം 4-ാം അധ്യായം 7-ാമത്തെ വാക്യം നമുക്ക് ആദ്യം വായിച്ച് കേൾക്കാം. നമ്മുടെ ദൈവമായ യഹോവയോട് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും അവൻ നമുക്ക് അടുത്തിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ? കർത്താവായ യേശുക്രിസ്തു ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു ജനം. നമ്മുടെ ഇന്നത്തെ ധ്യാന വിഷയം അടുക്കൽ വരുന്ന യേശു. അടുക്കൽ വരുന്ന യേശു, ആവശ്യക്കാരുടെ അടുക്കൽ കരുണയുടെ കരവുമായി അടുത്തണയുന്ന കർത്താവായ യേശുക്രിസ്തു. കണ്ടാലും ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ കർത്താവ് നമ്മോട് കൂടെ മുട്ടിയുരുമി നടക്കുന്ന ഒരു സ്വർഗീയമായ അനുഭൂതി നമുക്ക് വിശ്വാസത്താൽ അനുഭവിക്കാനായിട്ട് സാധിക്കും. അടുക്കൽ വരുന്ന യേശു. കഴിഞ്ഞ പ്രാവശ്യം നാം 3 കാര്യങ്ങൾ ചിന്തിക്കുകയുണ്ടായി. പത്രോസ്ലീഹ വെള്ളത്തിന്മീതെ നടന്നു ചില അടികൾ മുന്നോട്ട് വെച്ചു. പക്ഷേ പത്രോസ്ലീഹ കാറ്റും ഓളവും തിരമാലയും കണ്ട് പേടിച്ചു മുങ്ങിത്തുടങ്ങി. കർത്താവേ, എന്നെ സഹായിക്കണമെന്ന് ഉള്ളം തൊട്ട് കരഞ്ഞു. യേശു അടുക്കൽ വന്നു, കരം പിടിച്ചു, അവനെ രക്ഷിച്ചു, പടകിലേക്ക് കയറ്റി. കടലിന്മേൽ നടന്ന് താണുപോകുന്ന അടുക്കൽ വന്ന് രക്ഷിക്കുന്ന കർത്താവായ യേശുക്രിസ്തു. 2, ഗദരദേശത്തെ ഭൂതഗ്രസ്തൻ. ആർക്കും വേണ്ടാത്തവനാണ്. ദേശത്തെ ഒരു ശാപവസ്തു പോലെ എല്ലാവരും ഉപേക്ഷിച്ചവൻ. എന്നാൽ ഒരാൾക്ക് വേണം, അത് സ്നേഹനിധിയായ കർത്താവായ യേശുക്രിസ്തുവിനാണ്. യേശു അവനെ തേടി യേശുവിൻ്റെ സ്നേഹമുള്ള കാലുകൾ നടന്നെടുക്കുകയാണ്. ഇപ്പോൾ യേശു ആ ഭൂതഗ്രസ്തൻ്റെ അടുക്കൽ നിന്നു. ആദ്യം നമ്മൾ പ്രകൃതി ശക്തിയെ മേലുള്ള അധികാരം കണ്ടു. ഇപ്പോൾ ഇവിടെ ഇതാ അശുദ്ധാത്മാവ് ഇവന് വിട്ടു പോകുക എന്ന് പറഞ്ഞു. അശുദ്ധാത്മാവ് വിട്ടുപോയി. അവൻ സുബോധമുള്ളവനായി കർത്താവിൻ്റെ സാക്ഷിയായി. 3ാമത് നാം കണ്ടു, ഏറ്റവും പഴക്കമുള്ളതായ ഒരു രോഗി, ബെഥസ്ത കുളക്കരയിൽ തളർന്ന് കിടക്കമേൽ കിടക്കുന്ന ഒരു രോഗി. ആരും അവനെ സഹായിക്കാനില്ല എന്നാണ് അവൻ്റെ ദാരുണമായ ശബ്ദം. മകനെ സഹായിക്കാൻ ഞാനുണ്ട് എന്ന് പറഞ്ഞ് യേശു അടുക്കൽ ചെന്നു. രോഗത്തിൻ്റെ മേൽ അധികാരമുള്ള വ്യക്തി, നിന്റെ കിടക്കെടുത്ത് നടക്ക എന്ന് പറഞ്ഞു. എല്ലാവരും കാണുവാൻ തക്കവണ്ണം ജയാളിയായി കിടക്കെടുത്ത് നടന്നു. ദൈവനാമം മഹത്വപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്നത് 4ാമത്തെ കാര്യമാണ്. യേശു അടുക്കൽ വന്നു. ആരുടെ അടുക്കൽ? ലൂക്കോസ് 7-ാം അധ്യായം 13 മുതൽ 15 വരെ. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സിലിഞ്ഞ് അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു. അവൻ അടുത്ത് ചെന്ന് മഞ്ചം തൊട്ടു. ചുമക്കുന്നവർ നിന്നു. ബാല്യക്കാരാ, എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് അവൻ പറഞ്ഞു. മരിച്ചവൻ എഴുന്നേറ്റ് ഇരുന്നു സംസാരിക്കുവാൻ തുടങ്ങി. അവൻ അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. നയിലെ വിധവയുടെ ഏകജാതൻ. രോഗം വന്നു, രോഗം മൂർച്ഛിച്ചു, മരിച്ചുപോയി. ഈ വിധവ ഏകജാതന അടക്കുവാനായിട്ട് കൊണ്ടുപോവുകയാണ്. ശവമഞ്ചത്തിൽ ഈ അമ്മയുടെ ഏക പ്രത്യാശയും ആശ്രയമായിരുന്ന മകൻ മരിച്ചു കിടക്കുന്നു. ശവമഞ്ചത്തിൻ്റെ പിന്നാലെ പ്രാഞ്ചി ഏങ്ങലടിയോടെ വേദനിച്ച് ഉള്ളം നൊന്ത് കരഞ്ഞ് അമ്മ കാലടികൾ വേച്ചെടുത്ത് വെച്ച് മുന്നോട്ട് പോവുകയാണ്. ഇതിനു മുൻപ് ഈ അമ്മ ഒരു ശവമഞ്ചത്തിന് പിന്നാലെ പോയിട്ടുണ്ട്. അതേതാണ്? അത് ഭർത്താവിൻ്റെ ശവമഞ്ചത്തിൻ്റെ പിന്നാലെയാണ്. ഭർത്താവിനെ കബറടക്കിയതിന് ശേഷം മടങ്ങിപ്പോരുമ്പോൾ കയ്യിൽ പിടിക്കാനൊരു മകനുണ്ട്. അന്തിക്കൂട്ടിനൊരു മകനുണ്ട്. ദൈവത്തിൻ്റെ മഹത്വം. ഇനി ആരാണുള്ളത്? ഭർത്താവ് മരിച്ചു. ഇപ്പോൾ ആശ്രയമായിരുന്ന മകനും മരിച്ചു. ദൈവത്തിന് സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടുമാറാണ്. കർത്താവായ യേശുക്രിസ്തു ഇതാ വരുന്നു ശിഷ്യന്മാരോട് ചേർന്ന്. 2 കൂട്ടം ആളുകളെ നമുക്ക് കാണാം. മരിച്ച കുട്ടിയുടെ ശവവുമായിട്ട് മുന്നോട്ട് പോകുന്ന ശവമഞ്ചത്തിൻ്റെ പിന്നാലെ അണിനിരക്കുന്ന ഒരു കൂട്ടം ആളുകൾ ശവക്കോട്ടയിലേക്കാണ് പോകുന്നത്. മരണദൂതന്റെ നേതൃത്വത്തിൽ മുന്നോട്ട് പോയി നിരാശ കയത്തിലേക്ക് ചെന്ന് അടുക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ.
മറ്റൊരു കൂട്ടം കർത്താവായ യേശുക്രിസ്തു നേതൃത്വത്തിൽ സന്തോഷത്തോടെ മുന്നോട്ട് വരുന്നതായ മറ്റൊരു കൂട്ടം ആളുകൾ. ഈ രണ്ടു കൂട്ടം ആളുകളെ ലോകത്തിലുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അറക്കാനും മുടിക്കാനും മോഷ്ടിക്കാനും വരുന്ന സാത്താൻ്റെ കൊടുക്കീഴിലാണോ നിങ്ങൾ പ്രയാണം ചെയ്യുന്നത്? അതോ ജീവൻ നൽകുവാനും സമൃദ്ധിയായി ജീവൻ നൽകാൻ കടന്നു വന്ന് കാൽവറിയിൽ ജീവരക്തം ഊറ്റിത്തന്ന് സ്നേഹിച്ച കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിന്നാലെയാണോ നിങ്ങൾ നടക്കുന്നത്? ഇവിടെ ഇതാ കർത്താവായ യേശുക്രിസ്തു ഈ വേദനജനകമായ രംഗം കാണുകയാണ്. കർത്താവായ യേശുക്രിസ്തു ശവമഞ്ചത്തിൻ്റെ അടുക്കിലേക്ക് ചെന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, കർത്താവ് ഒരു വാക്ക് പറഞ്ഞു. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയണ്ട എന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ രുചികരമായ സാന്നിധ്യം നിങ്ങൾ ദൈവമക്കളെ അനുഭവിക്കുന്നുണ്ടോ? കരയുന്നവരുടെ അടുക്കലേക്ക് കടന്നു വന്ന് ആശ്വാസം പകർന്നു തരുന്ന, കരയുന്നവരോട് കരയുന്ന കർത്താവായ യേശുക്രിസ്തു, മനസ്സലിവുള്ളൊരു കർത്താവായ യേശുക്രിസ്തു. ഇന്ന് അനേക മനുഷ്യരിലേക്ക് നാം നോക്കുമ്പോൾ അവരുടെ ഹൃദയം കഠിനമാണ്, പാറ പോലെ കഠിനമാണ്. പക്ഷെ വേദനിക്കുന്നവരെ കാണുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മനസ്സലിയും. അത് കരുണയായി, സ്നേഹമായി, ജീവനായി ഒഴുകും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു മഞ്ചം തൊട്ടു. ബാല്യക്കാരാ എഴുന്നേൽക്ക എന്നവൻ പറഞ്ഞു. മരിച്ചവൻ എഴുന്നേറ്റു ഇരുന്നു. കർത്താവായ യേശുക്രിസ്തു ബാല്യക്കാരനെ ആ ശവമഞ്ചത്തിൽ നിന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ച് അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. എത്ര മനോഹരമായ രംഗം! പ്രകൃതി ശക്തികളുടെ മേൽ അധികാരം നമ്മൾ പത്രോസ്ലീഹയുടെ കാര്യത്തിൽ കണ്ടു. ഗദരദേശത്തെ ഭൂതഗ്രസ്തന്റെ കാര്യത്തിൽ സാത്താന്റെ മേൽ അധികാരം കർത്താവായ യേശുക്രിസ്തു ഉണ്ട് എന്ന് തെളിയിച്ച് കാണിച്ചു കൊടുത്തു. ബെഥസ്ദാക്കുളത്തിന്റെ കരയിൽ 38 സംവത്സരമായി തളർന്നു കിടന്ന രോഗി കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, കിടക്കെടുത്ത് നടക്കാൻ പറഞ്ഞു. രോഗത്തിന്റെ മേലുള്ള അധികാരം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇവിടെ നാം എന്താണ് കാണുന്നത്? മരണത്തിന്റെ മേലുള്ള അധികാരം. ജീവന്റെ ഉടയവനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു മരിച്ചവർക്ക് ജീവൻ നൽകുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം, പാപത്തിന് ശമ്പളമാണ് മരണം. പാപം ചെയ്യുന്ന ദേഹി മരിക്കും, പാപം ചെയ്യുന്ന നാളിൽ മരിക്കും. എന്നാൽ കർത്താവായ യേശുക്രിസ്തു വന്ന ജീവനില്ലാത്തവർക്ക് ജീവൻ നൽകാൻ വേണ്ടിയിട്ടാണ്. കർത്താവായ യേശുക്രിസ്തു കാൽവറിയിൽ ചെയ്തത് ജീവരക്തം ഊറ്റിത്തന്ന് നമ്മെ സ്നേഹിക്കുകയാണ് ചെയ്തത്. ജീവന്റെ ഉടയവനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു നമ്മുടെ മധ്യത്തിലേക്ക് വന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, കർത്താവായ യേശുക്രിസ്തു തൊട്ടവർക്കും യേശുക്രിസ്തുവിനെ തൊട്ടവർക്കും ജീവനും സൗഖ്യവും സമാധാനവും ലഭിച്ചു. യേശു നിങ്ങളുടെ അടുക്കിലേക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾ കർത്താവിനോടൊന്ന് പറയാമോ? പാപശമ്പളമായിരിക്കുന്ന മരണത്താൽ ഞാനിതാ മരവിച്ച് കിടക്കുകയാണ്. ആത്മാവിൻ്റെ ജീവന്റെ തുടിപ്പ് നഷ്ടപ്പെട്ടു പോയി. ആരാധന നിലച്ചുപോയി. ജീവന്റെ ചൈതന്യം എൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി. ജീവന്റെ ഉടയവനായിരിക്കുന്ന കർത്താവേ, നിന്റെ കരം എൻ്റെ മേൽ ഒന്ന് വയ്ക്കണമേ. ദൈവത്തിന് സ്തോത്രം. ആ ബാല്യക്കാരൻ എഴുന്നേറ്റു. കണ്ണീരോടെ കല്ലറയിലേക്ക് വേദനയോടെ പോയതായ ജനക്കൂട്ടം ഇപ്പോൾ തിരിച്ചു നടക്കുകയാണ്. ഇപ്പോൾ നേതാവ് ആരാണ്? കർത്താവായ യേശുക്രിസ്തുവാണ്. അമ്മയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കുന്ന ആരാണ്? മഞ്ചത്തിൽ കിടന്ന ജീവനില്ലാത്തതായ ശരീരം ഇപ്പോൾ ജീവൻ പ്രാപിച്ച് അമ്മയോട് ചേർന്ന് തുള്ളിച്ചാടി നടക്കുകയാണ്. ആ വീടിൻ്റെ അവസ്ഥയോ കണ്ണുനീരിൽ കുതിർന്ന വീട്, ദുഃഖം തളം കെട്ടിയതായ വീട്. ആ വീട്ടിലേക്ക് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കടന്നു ചെന്നപ്പോൾ ആരാധന ഉയരുകയാണ്. ഇന്ന് നിങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ കർത്താവായ യേശുക്രിസ്തു തൊട്ട് ജീവൻ പ്രാപിച്ച് ജയാളികളായി സ്തോത്രനാഥം മുഴക്കിക്കൊണ്ട് നിങ്ങൾ വീട്ടിലേക്ക് പോകണം. ദൈവത്തിന് സ്തോത്രം. അഞ്ചാമത്തെ കാര്യം എന്താണ്? വായിച്ചേ, യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 3-4 വാക്യങ്ങൾ. ശീമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നു എന്ന് അവർ പറഞ്ഞു. അവർ പുറപ്പെട്ട് പടക് കയറിപ്പോയി. ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. പുലർച്ചയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നാം കാണുന്ന രംഗം എന്താണ്? കർത്താവായ യേശുക്രിസ്തു മരിച്ചു, കബറടക്കപ്പെട്ടു. കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ദൈവത്തിന് സ്തോത്രം.
ശിഷ്യന്മാരുടെ ജീവിതത്തിൽ വലിയ നിരാശ പടർന്നു കയറി. ശിക്ഷഗണത്തിൻ്റെ നേതാവെന്ന് പറയാ പത്രോസ്ലീഹ പറയുകയാണ്, ദൈവത്തിന് സ്തോത്രം, ഞാൻ പോവുകയാണ്. ശീമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. പത്രോസ്ലീഹ പോവുകയല്ലേ, ഞങ്ങളും പോരുകയാണെന്ന് പറഞ്ഞു. അവരുടെ ഉപജീവന മാർഗം അതായിരുന്നല്ലോ. എല്ലാം വിട്ടിട്ട് പോകുന്ന യേശുവിൻ്റെ പിന്നാലെ അനുധാവനം ചെയ്തവരാണ്. യേശുവിൻ്റെ സാന്നിധ്യത്തിൻ്റെ രുചി അനുഭവിച്ചവരാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളും നേരിട്ട് കണ്ടവരും യേശു വാഴ്ത്തിയതായ അപ്പത്തിൻ്റെ രുചി അനുഭവിച്ചവരും മരിച്ചവരെ ജീവിപ്പിക്കുന്ന സ്വന്തം കണ്ണുകൊണ്ട് കണ്ടവരുമാണ്. കർത്താവായി യേശു ക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും അടയാളങ്ങളും ഇവർ രുചിക്കുകയും അനുഭവിക്കുകയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കരുണ രുചിക്കുകയും ചെയ്ത ദൈവമക്കൾ അവിശ്വാസികളായി മാറിപ്പോയി. അവർ കണ്ണാലെ കണ്ടതല്ലേ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ ഒഴിഞ്ഞ കല്ലറ. ഉയർത്തെന്നിട്ട് ജീവിക്കുന്ന കർത്താവായി യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നുള്ള വിശ്വാസം അവർക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ. ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടി ഇരിക്കാമെന്ന് പറഞ്ഞതായ വാക്ക് അവർ വിശ്വസിച്ചില്ലല്ലോ. മരിക്കുകയും ഉയർത്തെന്നിൽക്കുകയും ചെയ്യുമെന്ന് വ്യക്തമായി പറഞ്ഞതല്ലേ. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു മരണമില്ലാത്ത ജീവന്റെ ഉടമയാണ് എന്ന് അവർക്കറിയാമായിരുന്നല്ലോ. ദൈവമക്കളെ, നിങ്ങളാരും അവിശ്വാസികളായി നശിക്കരുത്. ഒരിക്കൽ വിട്ട പാപത്തിലേക്കും ഒരിക്കൽ വേണ്ട എന്ന് വെച്ചതിലേക്ക് നിങ്ങൾ പിന്മാറി പോകരുത്. മാത്രമല്ല, നിങ്ങൾ ഒരാൾ പോയി കഴിഞ്ഞാൽ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളെ ചാരി നിൽക്കുന്ന പലരും നാശത്തിലേക്ക് പോകും. ഇവിടെ അതാണ് പറ്റിയത്. ശിഷ്യന്മാർ പലരും കർത്താവായ യേശു ക്രിസ്തുവിനെ വിട്ടുപോയി. ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ വിട്ടതും വെറുത്തുമായ പാപത്തിൻ്റെ രുചി അനുഭവിക്കാൻ വീണ്ടും പോയവരാരെങ്കിലും ഉണ്ടോ? ഞാൻ നിങ്ങളോട് സ്നേഹവാത്സല്യത്തോടെ പറയട്ടെ, പോയവർ പോകട്ടെ എന്ന് കർത്താവ് വെച്ചില്ല. എത്രയോ പ്രാവശ്യമായി പത്രോസ്ലീഹയ്ക്ക് എന്തെല്ലാം വാഗ്ദത്തങ്ങൾ കൊടുത്തതാണ്, ഉപദേശങ്ങൾ കൊടുത്തതാണ്. പറയുമെന്ന് പറഞ്ഞു, വിശ്വസിച്ചില്ല, തള്ളിപ്പറഞ്ഞു, എങ്കിലും യഥാസ്ഥാനപ്പെടുത്തി. എത്രയോ പ്രാവശ്യം ദീർഘക്ഷമയുടെ കർത്താവായി യേശുക്രിസ്തു പത്രോസ്ലീഹയോട് ഇടപെട്ടതാണ്. ഉണർന്നിന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, 3 വട്ടം ചെന്നപ്പോഴും ഉറങ്ങിപ്പോയി. പ്രാണവേദനയിലായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വേദന അവരറിഞ്ഞില്ല. ആത്മാർത്ഥയുടെ കണിക പോലും ഇല്ലാത്തവർ. എങ്കിലും കർത്താവ് ചേർത്തണച്ച് നിർത്തി മുന്നോട്ട് കൊണ്ടുപോയി. ദൈവത്തിന് സ്തോത്രം. വീണ്ടും ഇതാ പാപം ആവർത്തിക്കുകയാണ്. അവിശ്വാസത്തിൻ്റെ കാലടികളാണ് ഇപ്പോൾ അവരിൽ കാണുന്നത്. വിട്ടതും വെറുത്തുമായിരിക്കുന്ന ആ രംഗത്തേക്ക് അവർ വീണ്ടും അടുത്തിരിക്കുകയാണ്. പക്ഷേ അവർ മറന്നു. പക്ഷെ പൊന്നുകർത്താവ് മറന്നില്ല. ഇന്ന് വലിയൊരു പ്രതീക്ഷയോടെയാണ് ഞാൻ ഈ വാക്കുകൾ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളോട് അറിയിക്കുന്നത്. ഒരിക്കൽ വേണ്ട എന്ന് വെച്ച പാപത്തിൻ്റെ രുചി നോക്കാൻ വീണ്ടും കുളിച്ചമന്ന് ചേറ്റിലേക്ക് പോകുന്ന പോലെയും നായ ഛർദിയിലേക്ക് പോകുന്ന പോലെയും ദൈവമക്കളെ, പാപത്തിൻ്റെ വശീകരണ ശക്തിയിൽ പെട്ടുപോയ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടോ? പാപത്തിന് വലിയൊരു കാന്തശക്തിയുണ്ട്. സാത്താൻ ലജ്ജയില്ലാത്തവനാണ്. അവൻ എത്രമാത്രം തള്ളിക്കളഞ്ഞാലും പിന്നെ അവൻ പുറകാലെ നിൽക്കും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവമക്കളെ, വളരെ വ്യക്തമായി അറപ്പോടും വെറുപ്പോടും ഉറപ്പോടും കൂടി പറയണം, യു ഡെവിൾ ഔട്ട് യു ഗോ. നീ തരുന്ന രസം എനിക്ക് വേണ്ട. ലോകമേ, നീ എനിക്ക് യോഗ്യമല്ല. ഞാൻ പാപത്തിൻ്റെ അടിമയാകുകയില്ല. ഞാൻ ലൈംഗികമായിരിക്കുന്ന പാപത്തിൻ്റെ അടിമയാകുകയില്ല. ഞാൻ കോപത്തിൻ്റെ അടിമയാകുകയില്ല. ഞാൻ യേശുവിൻ്റെ കാതു തുളച്ച അടിമയാണ്. ഇത് എന്നേക്കുമുള്ള മരണപര്യന്തമുള്ളൊരു തീരുമാനമായിരിക്കണം. ധന്യനായിരിക്കുന്ന പൗലോസ്ലീഹായെ പോലെ ഈ ലോകത്തിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ കർത്താവായ യേശുക്രിസ്തുവിനുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കാൻ കഴിയുകയില്ല എന്ന് വളരെ വ്യക്തമായിരിക്കുന്ന ഉറപ്പുണ്ടായിരിക്കണം. ഓർപ്പയെ പോലെ അല്ല, രൂത്തിനെ പോലെ പിരിയാത്തൊരു ബന്ധമുണ്ടായിരിക്കണം. ദൈവത്തിൻ്റെ മഹത്വം, കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ, നിരാശയോടെ പിന്മാറിപ്പോയതായ പത്രോസ്ലീഹായെയും ശിഷ്യന്മാരെയും കർത്താവായ യേശുക്രിസ്തു ഓടിച്ചെന്ന് അവരെ കാത്ത് കടൽക്കരയിൽ നിൽക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു അവരെ വിളിച്ച് അടുപ്പിച്ചു. എന്ത് സ്നേഹത്തോടെയാണ് ഇടപെടുന്നത്. 16-ാമത്തെ വാക്യം വായിച്ച്. 16-ാമത്തെ വാക്യം. എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എനിക്ക് വേണ്ടത് നിന്റെ സ്നേഹമാണ്. ദൈവത്തിന് സ്തോത്രം. എനിക്ക് വേണ്ടത് നിന്റെ സ്നേഹമാണ്. നീ വെറുത്തതും വിട്ടതുമായ പാപത്തിലേക്ക് പോയി എങ്കിലും
ദൈവത്തിന് സ്തോത്രം. എനിക്ക് നിന്നെ വേണം. ഹല്ലേലൂയ. ദൈവമക്കളെ, അവരെ യഥാസ്ഥാനപ്പെടുത്തി. കർത്താവായ യേശുക്രിസ്തു നമ്മുടെ സ്നേഹം തേടി നമ്മുടെ മധ്യത്തിലേക്ക് വന്നിട്ടുണ്ട്. നിരാശയോടെ മടങ്ങിപ്പോയവരെ യഥാസ്ഥാനപ്പെടുത്തി. 21:18 എൻ്റെ ആടുകളെ മേയ്ക്ക, എൻ്റെ ആടുകളെ മേയ്ക്ക. ഞാൻ എന്തിനാ പറഞ്ഞറിയാമോ? ഒരിക്കൽ സ്നേഹം രുചിച്ചു, പിന്മാറിപ്പോയി. കർത്താവ് യേശുക്രിസ്തു തേടി നിൻ്റെ അടുക്കൽ വന്നിട്ടുണ്ട്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നിന്നെ യഥാസ്ഥാനപ്പെടുത്തേണ്ട ഒരു ആവശ്യമുണ്ട്. എന്താ ആവശ്യം എന്നറിയാമോ? എൻ്റെ ആടുകളെ മേയ്ക്കാം. ദൈവമക്കളെ, ദൈവജനം ഇന്ന് ചിതറിക്കിടക്കുകയാണ്. ആരെ വിഴുങ്ങേണ്ടുവെന്ന് വിചാരിച്ച് ചുറ്റും നോക്കി നടക്കുന്ന ചെന്നാക്കളുടെ നടുവിൽ ഈ കുഞ്ഞാടുകൾ എപ്പോൾ വേണേലും നശിക്കുവാൻ തക്കവണ്ണം, പെടുവാൻ തക്കവണ്ണം സാത്താൻ വിജിലൻ്റായി നടക്കുന്ന രംഗമാണ്. ഈ ആടുകളെ പാലിക്കുവാൻ, പോറ്റുവാൻ, സംരക്ഷിക്കുവാൻ യേശുവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ജീവിതം വേണം. അതിന് വിദ്യാഭ്യാസ യോഗ്യതയൊന്നുമല്ല, പാണ്ഡിത്യമൊന്നുമല്ല, ഒരൊറ്റ യോഗ്യത. എല്ലാറ്റിലും അധികമായി യേശുവിനെ സ്നേഹിക്കും. യേശുവിൻ്റെ വാക്ക് കൊടുക്കാം, ഇവയേക്കാളെല്ലാം അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു. യേശുവിന് അതൊന്ന് കേട്ടാൽ മതി. കർത്താവേ, എൻ്റെ സ്നേഹം പലതിലേക്കുമായി പോയായിരുന്നു. ഇത് നിങ്ങളൊന്ന് തിരിച്ചറിയും. പണം സ്നേഹിച്ചില്ലേ? പെണ്ണിനെ സ്നേഹിച്ചില്ലേ? ജഡത്തെ സ്നേഹിച്ചില്ലേ? ദൈവത്തിന് സ്തോത്രം. അപ്പനേക്കാളും അമ്മയെക്കാളും മക്കളെക്കാളും ലോകത്തെക്കാളും എൻ്റെ ബാങ്ക് ബാലൻസിനേക്കാളും എൻ്റെ സകലത്തിനേക്കാളും ജീവൻ തന്നെന്നെ സ്നേഹിച്ച എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെ ഹൃദയംഗമായി സ്നേഹിക്കുന്നു എന്നൊരു വാക്ക് നിനക്ക് പറയാമോ? എൻ്റെ സ്വർഗം സന്തോഷിക്കുന്ന ഒരു ശബ്ദമാണ്. ഹല്ലേലൂയ. ഇന്നും അതിരാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ പറഞ്ഞ വാക്ക്, കർത്താവേ, ഐ ഡു ലവ് യു. എൻ്റെ കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഞാൻ നിന്നെ പരിപൂർണമായും ആത്മാ ശരീര മനസ്സുകൾ കൊണ്ട് സ്നേഹിക്കുന്നു. എൻ്റെ സകല കോശങ്ങൾ ഉൾപ്പെടെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. കർത്താവിന് എന്നോട് വലിയ ഇഷ്ടമാണ്. എനിക്കും ഞാനൊരു വാക്ക് പറയട്ടെ, അവനെനിക്ക് പ്രിയനല്ല, അവനെനിക്ക് പ്രാണപ്രിയനാണ്. അവൻ എൻ്റെ സർവസ്വവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സ്നേഹാഗ്നിയിൽ കത്തി എരിയണമെന്നാണ് ഈ വാർദ്ധക്യത്തിലടി എൻ്റെ ആഗ്രഹം. ദൈവമക്കളെ, ഇന്ന് യേശു തെബരിയാസ് കടൽ കരയിലേക്ക് വന്ന കർത്താവായ യേശുക്രിസ്തു, അവർക്ക് ഭക്ഷണം ഒരുക്കി കൊടുത്ത കർത്താവായ യേശുക്രിസ്തു നിൻ്റെ അടുക്കിലേക്ക് വന്നിട്ടുണ്ട്, പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കുവാൻ. നന്ദിയോടെ സ്തോത്രം. പിന്മാറ്റക്കാരെ തേടി വരുന്ന യേശു. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. മറ്റൊരു ഉദാഹരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ലൂക്കോസ് 24 എടുത്ത് ലൂക്കോസ് 24 13 വാക്യം വായിച്ച്. അന്ന് തന്നെ അവരിൽ 2 പേർ യെരൂശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മവൂസ് എന്ന ഗ്രാമത്തിലേക്ക് പോകയിൽ ഈ സംഭവിച്ചതിനൊക്കെയും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നു. സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശു താനും അടുത്ത് എന്ന് അവരോട് ചേർന്ന് നടന്നു. യേശു ചേർന്ന് നടന്നു. അതാണ് നമ്മുടെ ധ്യാന വിഷയം. യേശു ചേർന്ന് നടന്നു. ആരാ? ദൈവത്തിന് സ്തോത്രം. കർത്താവിന് വേണ്ടി എരിഞ്ഞടങ്ങി സുവിശേഷ വേലയുമായിട്ട് ഓടി നടക്കുന്നവരുടെ അടുക്കലേക്കല്ല കർത്താവ് ചെന്നത്. അവിശ്വാസികളായി യെരൂശലേം വിട്ട് മൗസിലേക്ക് പോകുന്ന ശിഷ്യന്മാരുടെ അടുക്കലേക്ക്. ദൈവത്തിന് സ്തോത്രം. എല്ലാം തീർന്നെന്നാണ് അവർ വിചാരിച്ചത്. അവിശ്വാസികളാണ് വാസ്തവത്തിൽ. ദൈവത്തിന് സ്തോത്രം. അവരെയും കർത്താവ് കൈവിട്ടില്ല. കർത്താവായ യേശുക്രിസ്തു അവരോട് ചേർന്ന് നടന്നു. കർത്താവായ യേശുക്രിസ്തു അവരോട് ചില കാര്യങ്ങളെല്ലാം സംസാരിച്ചു. അവരുടെ ഉള്ളം കത്തി തുടങ്ങി. അവർക്ക് വ്യക്തമായിട്ടൊന്നും മനസ്സിലായില്ല. അവരുടെ വീടിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ കർത്താവായ യേശുക്രിസ്തു നേരെ മുന്നോട്ട് പോകുന്ന ഭാവം കാണിച്ചു. പക്ഷേ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാവിൽ നിന്ന് ഉതിർന്നു വന്ന സ്നേഹത്തിൻ്റെ ശബ്ദം കേട്ടപ്പോൾ അവരുടെ അന്തരംഗം സ്നേഹത്തിന് കൊണ്ട് കത്തി ജ്വലിച്ചു. ദൈവത്തിന് സ്തോത്രം. അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച തിരുവചനങ്ങളെ തെളിയിച്ചപ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്നവർ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. യേശു മുന്നോട്ട് പോകുന്ന ഭാവം കാണിച്ചു. അവരോ ഞങ്ങളോടുകൂടെ പാർക്ക, നേരം വൈകി അസ്തമിപ്പാറായല്ലോ എന്ന് പറഞ്ഞു. അവനെ നിർബന്ധിച്ചു. അവൻ അവരോടുകൂടെ പാർപ്പാൻ ചെന്നു. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ അവരുടെ വീട്ടിൽ കർത്താവായ യേശുക്രിസ്തു മേശയ്ക്കിരിക്കുകയാണ്.
അവിശ്വാസികളാണ്. പൊന്നു കർത്താവ് തള്ളിക്കളഞ്ഞില്ലല്ലോ. കർത്താവായി യേശു ക്രിസ്തു അപ്പവും എടുത്ത് വാഴ്ത്തിയപ്പോൾ യേശുവിൻ്റെ ആണിപ്പഴുതുള്ള രക്തം പുരണ്ട കരം കണ്ടു. ദൈവമക്കളെ, അപ്പോൾ അവരുടെ കണ്ണ് തുറന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പം നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണ് തുറന്നു. ഇന്ന് നിങ്ങളുടെ കണ്ണ് തുറക്കണം. ഞങ്ങളെ കാണാനല്ല, കൂട്ടായ്മയെ കാണാനല്ല, പുണ്യവാളന്മാരെ കാണാനല്ല, തീർത്ഥാടന കേന്ദ്രങ്ങൾ കാണാനല്ല. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി കാൽവറി പിടഞ്ഞു മരിച്ച ഇന്നും ജീവിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങളൊന്ന് കാണണം. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളെ ആരെല്ലാം കണ്ടിട്ടും കാര്യമൊന്നുമില്ല. മറ്റാരെയും നിങ്ങൾ കണ്ടിട്ടും ആശ്രയിച്ചിട്ടും പിന്നാലെ പോയിട്ടും കാര്യമില്ല. ദൈവത്തിന് സ്തോത്രം. ഉള്ളം കത്തുന്ന വചനവുമായി ജ്വലിച്ചു നിൽക്കുന്ന കാൽവറിയിലെ കർത്താവായി യേശു ക്രിസ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാവപ്പെട്ട അടിയങ്ങൾ രക്തം മാർന്നൊലിക്കുന്ന കർത്താവായി യേശു ക്രിസ്തുവിന്റെ ക്രൂശിന്റെ സ്നേഹത്തെക്കുറിച്ച് കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ അനേക നാളങ്ങളായി വചനം ഘോഷിക്കുന്നു. ആയിരക്കണക്കിന് ആളുകൾ മാനസാന്തരപ്പെട്ടു. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നും ലോകത്തിൻ്റെ എല്ലാ വൻകരകളിലും ഇരുന്ന് കേൾക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ മടങ്ങി വരവേണ്ട ദിവസമായി മാറണം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പിന്മാറ്റക്കാർ മടങ്ങി വരണം. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അവർ തിരിച്ച് യെരൂശലേമിലേക്ക് പോയി. ദൈവത്തിന് സ്തോത്രം. നിരാശയോടെ ഇരുന്ന ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് ചെന്നു. അവർ ചെന്നിട്ട് എന്ത് പറഞ്ഞു? 11 പേരെയും കൂടെയുള്ളവരെയും കണ്ടു. വഴിയിൽ സംഭവിച്ചതും അവൻ യേശു അപ്പം നുറുക്കി തന്നതും തിരിച്ചറിഞ്ഞതുമായ കാര്യം വിവരിച്ചു. ഇതാണ് നമ്മളെ ഏൽപ്പിക്കുന്ന ദൗത്യം. പിന്മാറ്റക്കാരിന്ന് മടങ്ങി വരുന്ന ദിവസമായി മാറട്ടെ. യേശു നിന്നോട് ചേർന്ന് നടക്കുന്നുണ്ട്. നന്ദിയോടെ സ്തോത്രം. അവിശ്വാസികളെ ഉണർത്തുന്ന കർത്താവായ യേശു ക്രിസ്തു. യേശു ക്രിസ്തു ഉയർത്തുന്നതിന് ശേഷം ആദ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഒരാൾ കുറവായിരുന്നു. ആരാണ്? തോമാസ് ലീഹ. പക്ഷെ കർത്താവായ യേശു ക്രിസ്തു തോമാസ് ലീഹയെയും തള്ളിക്കളഞ്ഞില്ല. യോഹന്നാൻ 20:26 മുതൽ ആ ഒരൊറ്റ ആള് ദൈവത്തിൻ്റെ സ്തോത്രം യേശുവിന് വിലയേറിയവനാണ്. കർത്താവായ യേശു ക്രിസ്തു തോമാസ് ലീഹയുടെ അടുക്കിലേക്ക് ചെന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. സെന്റ് തോമസിന്റെ അടുക്കിലേക്ക് ചെന്നു. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കാൻ പറഞ്ഞു. നീ ഒന്ന് നോക്കിക്കേ, എന്നിലേക്കൊന്ന് നോക്കിക്കേ. എൻ്റെ തുളയ്ക്കപ്പെട്ട തിരുവിലാവെന്ന് കണ്ടേ. എൻ്റെ കൈകളും കാലുകളും തുളയ്ക്കപ്പെട്ടത് നിങ്ങളൊന്ന് കണ്ടേ. നീ ഒന്ന് കണ്ടേ. അവൻ കണ്ണ് തുറന്ന് നോക്കി. ദൈവത്തിന് സ്തോത്രം. അവൻ്റെ വിശ്വാസത്തിൻ്റെ കണ്ണ് തുറന്നു കിട്ടി. വളരെ വ്യക്തമായി സാക്ഷിച്ചു. ദി ഷോർട്ടസ്റ്റ് ആൻഡ് ദി ഗ്രേറ്റസ്റ്റ് ഡിക്ലറേഷൻ ഓഫ് ദി ഫെയ്ത്ത്. വിശ്വാസത്തിൻ്റെ ഏറ്റവും ശക്തിയേറിയതും ചെറുതുമായിരിക്കുന്ന വിശ്വാസ പ്രഖ്യാപനം. എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ. ഈ ശബ്ദം നിങ്ങൾ നിന്ന് കർത്താവ് കേൾക്കട്ടെ. യേശു നമ്മുടെ മധ്യത്തിൽ വന്ന് നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ ആണിപ്പെടുതൽ കരമുയർത്തി അനുഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് ഈ വചനം കേൾക്കുന്ന ദൈവമക്കൾ ആരും അവിശ്വാസികളായി എഴുന്നേൽക്കരുത്. യേശു ക്രിസ്തു ഈസ് എ ലിവിങ് റിയാലിറ്റി. അവൻ തികച്ചും ഉണ്മയായ 100% യാഥാർത്ഥ്യമായിരിക്കുന്ന ഒരു കർത്താവാണ്. ഹല്ലേലൂയ. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായി ജീവിക്കുന്ന തേജോമയനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ്. അവനെ എൻ്റെ ചങ്കരകത്ത് വെച്ച് പൂജിച്ചുകൊണ്ടാണ് ഈ സത്യം നിങ്ങളോട് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് അവിശ്വാസമെല്ലാം തെറിച്ചു പോകട്ടെ. വിശ്വാസ വീരന്മാരായി അവരുടെ പട്ടികയിൽ നിങ്ങളും ഇന്ന് പെടട്ടെ. ഞാനും പെടട്ടെ. ഹല്ലേലൂയ. ഒരു വാക്ക് പറയാമോ? ഞാനും പറയുകയാണ്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ. അവൻ്റെ അനുഗ്രഹത്തിൻ്റെ കരം നമ്മളുടെ മേൽ വരട്ടെ. എനിക്കൊരു വാക്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹമുണ്ട്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം എന്ന് പറയുന്നു, ഇതുവരെ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ നമ്മുടെ അടുക്കിലേക്ക് വന്നു. ദൈവത്തിന് സ്തോത്രം. ഇനി എന്താണ്? അപ്പോസ്തല പ്രവൃത്തികൾ 1:11. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നതിനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞു. വീണ്ടും നമ്മുടെ അടുക്കിലേക്ക് വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭാവി പ്രത്യാശയം കൊണ്ട് എൻ്റെ ഉള്ളം നിറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുകയാണ്. എൻ്റെ അടുക്കലേക്ക് എൻ്റെ കർത്താവായ യേശു ക്രിസ്തു എന്നെ ചേർക്കാൻ വരും. ഞാൻ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു മണവാട്ടിയാണ്. മണവാളൻ ആരാണ്?
മണവറ ഒരുക്കി എന്നെ ചേർക്കാൻ വരുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ്. അവൻ ആയിരങ്ങളിലും സുന്ദരനാണ്, 10,000-ങ്ങളിലും സുന്ദരനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാഹളനാദം കേൾക്കാറായി, മണവറ ഒരുങ്ങി തീരാറായി, മണവാളൻ വരാറായി, എൻ്റെ അടുക്കൽ കാന്തശക്തിയോടെ വന്ന് എന്നെ ചേർക്കാറായി. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. കർത്താവ് തൻ ഗംഭീര നാദത്തോടും പ്രധാനത്തോടും ശബ്ദത്തോടും ദൈവത്തിന് കാഹളത്തോടും കൂടി മധ്യാകാശത്തിൽ പ്രത്യക്ഷപ്പെടുന്ന സമയം ആസന്നമായിരിക്കുകയാണ്. ദൈവമക്കളെ, നിങ്ങൾ ഒരുങ്ങിയോ? നിങ്ങൾ കാത്തിരിക്കുകയാണോ? പറന്നുയരേണ്ട ദൈവമക്കളെ, അതിനുവേണ്ടി നമുക്ക് തലവണ വണക്കി പ്രാർത്ഥിക്കാം. കാരണം എന്ന് പറഞ്ഞ്, ദൈവമേ, വാഴ്ത്തപ്പെട്ട പൊന്ന് കർത്താവേ, നീ അടുക്കൽ വരുന്ന യേശുവാണല്ലോ. നിങ്ങളെ മുട്ടി ഒരുമി ഞങ്ങളുടെ അടുക്കൽ ഇരിക്കുന്നുണ്ടല്ലോ. നിന്റെ വചനം ഞങ്ങളെ സ്നേഹത്തോടെ, ഞങ്ങളെ തലോടി കൃപ പകർന്നു തന്ന് കടന്നു പോവുകയാണല്ലോ. ഇനി ഞങ്ങൾക്കൊരു കൊതിയുണ്ട് കർത്താവേ, ഞങ്ങളെ തേടി എൻ്റെ കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരും. ഞങ്ങളെ അവൻ ചേർക്കും. മധ്യാകാശത്തിലെ മണിപ്പന്തലിൽ മണവാളിനോട് ചേർന്ന് ഹല്ലേലൂയ മണവറ പങ്കിടുന്ന സ്വർഗീയമായിരിക്കുന്ന സന്തോഷത്തിന് നിത്യാനുഭൂതിയിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും നയിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമല്ലുമാറാകണമേ. ആമീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം.